ദൈവനാമത്തിന് മഹത്വം. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വചനം. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് നാം വായിക്കുന്നു. സ്നാനം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ തക്കവണ്ണമുള്ള ഒരു തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 38 എഴുതപ്പെട്ടിരിക്കുന്നു. സ്നാനവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ഒത്തുചേർന്ന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത നൽകുന്നു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 5 കർത്താവ് അരുളി ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ പ്രാധാന്യത്തിന് സ്നാനം ഒഴിച്ചുകൂടാനാവാത്തതാണ്. സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണ്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 19 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. സ്നാനം ദൈവത്തിന്റെ ആലോചനയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 29-30 വചനങ്ങൾ. സ്നാനം ദൈവവുമായി നാം ചെയ്യുന്ന ഉടമ്പടിയാണ്. 1 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 21 എന്നിവ നമ്മൾ പഠിച്ചു. ഇതിന്റെ പ്രാധാന്യം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 2-3 വചനങ്ങളിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ തീർച്ചയായും പ്രാപിക്കണം എന്നൊരു മുന്നറിയിപ്പ് പൗലോസ് എഴുതുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ഒരുവന് യേശുവിനെ കർത്താവ് എന്ന് പറയുവാൻ കഴിയുകയില്ല എന്നതാണ് പൗലോസിന്റെ മുന്നറിയിപ്പ്. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് ലഭിച്ച കരുണയും കൃപയും നിമിത്തമാണ്. അതോടൊപ്പം ചേർന്ന പാപമോചനത്തിനായുള്ള സ്നാനം എന്നത് നാം തീർച്ചയായും പാലിക്കേണ്ട സത്യവുമാണ്. എല്ലാറ്റിനും ഉപരിയായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് പൗലോസ് എഫെസോസ് പട്ടണത്തിലുള്ള വിശ്വാസികളോട് ചോദിക്കുന്നു. എഫെസോസ് പട്ടണത്തിലെ വിശ്വാസികൾ അതിനെക്കുറിച്ച് അറിയാത്ത അവസ്ഥയിലായിരുന്നു. പൗലോസ് അവരെ ബോധ്യപ്പെടുത്തുകയും യേശു കൽപ്പിച്ച സ്നാനം നൽകുകയും ചെയ്തതിനു ശേഷം എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനാൽ നിറയപ്പെടുന്നു. ഇവിടെ യോഹന്നാന്റെ സ്നാനം ഒഴിവാക്കപ്പെടുകയും യേശു കൽപ്പിച്ച സ്നാനം പകരമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ഇത് മൂല്യമായി എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ ശരീരമായ സഭ എന്ന സ്ഥലത്തേക്ക് നാം കൊണ്ടുവരപ്പെടുന്നു. ഇത് 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 11, 12, 13 വചനങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. നാം അവിടുത്തെ മാംസത്തിനും അസ്ഥിക്കും ഉള്ളവരായി മാറുന്നു. ഇത് തന്നെയാണ് അവിടുത്തെ ശരീരമായ സഭ. എഫേസ്യർ 5-ാം അധ്യായം അതിന്റെ 29, 30 വചനങ്ങളിൽ ഇത് എഴുതപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നാം എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13, 14 വചനങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് മുദ്ര എന്നും അച്ചാരം എന്നും പേര് നൽകപ്പെട്ടിരിക്കുന്നു. മുദ്ര എന്നത് അത് പോയി ചേരേണ്ട ഒരു സ്ഥലത്തെ വെളിപ്പെടുത്തുന്നു. ആ മുദ്ര പൊട്ടിക്കപ്പെട്ടാൽ അത് പോയി ചേരേണ്ട സ്ഥലത്ത് എത്തിച്ചേരുകയില്ല. അതുകൊണ്ട് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയായി ലഭിച്ച ഈ അഭിഷേകത്തെ നിങ്ങൾ തകർത്ത് കളയരുത്, നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പൗലോസ് എഴുതുന്നു. നാം പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കാത്തു സൂക്ഷിക്കപ്പെടണം. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകർന്നാൽ വീഞ്ഞും ചിന്തിപ്പോകും, തുരുത്തിയും കീറിപ്പോകുമെന്ന് കർത്താവ് പറയുന്നു. ഇവിടെ തുരുത്തി എന്നത് നമ്മുടെ ഹൃദയത്തെയാണ് കാണിക്കുന്നത്. വീഞ്ഞ് എന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെയും കാണിക്കുന്നു. റോമർ 5-ാം അധ്യായം അതിന്റെ 5 അത് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അത് സ്നേഹം എന്ന വാക്കിനാലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ശുദ്ധ ഹൃദയം, നൽമനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകും സ്നേഹം എന്ന് 1 തിമോത്തിയസ് 1-ാം അധ്യായം അതിന്റെ 5 കാണുന്നു. അതുകൊണ്ട് പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് നാം പകരുവാൻ പാടില്ല. വീണ്ടെടുപ്പ് നാളിനായി മുദ്രയായി നാം പ്രാപിച്ച അഭിഷേകത്തെ നാം തകർത്ത് കളയരുത്, അതിനെ ദുഃഖിപ്പിക്കരുത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 30 മുതൽ 32 വരെയുള്ള വചനങ്ങളിൽ സകല ദുർഗുണത്തെയും നാം ഒഴിച്ച് അഭിഷേകത്തെ നാം സൂക്ഷിക്കണം. മുദ്ര എന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നാം എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് നമ്മെ എത്തിക്കും. വീണ്ടെടുപ്പിന്റെ നാളിൽ നാം വീണ്ടെടുക്കപ്പെടും. രണ്ടാമതായി ഇത് ഒരു അച്ചാരമാണെന്ന് പൗലോസ് എഴുതുന്നു. അച്ചാരമായി നാം പ്രാപിച്ച ഈ അഭിഷേകത്തെ വെച്ചുകൊണ്ട് നാം നമ്മെ തന്നെ തിരുത്തുകയും പൂർണ്ണതയുള്ളവരായി മാറ്റുകയും വേണം. ഒന്നിനെ നാം നേടിയെടുക്കുന്നതിനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പാണ്, അല്ലെങ്കിൽ അച്ചാരമാണിത്. നാം പ്രാപിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ അവകാശമാണ്. അതിനായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്കൊരു അച്ചാരമായിരിക്കുന്നു. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി ആ അവകാശം സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് 1 പത്രോസ് 1:5 കാണുന്നു. സ്വർഗം തന്നെയാണ് നമ്മുടെ അവകാശം. നാം ജലത്താലും ആത്മാവിനാലും ജനിക്കുമ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക
എന്നത് നമ്മുടെ അവകാശമാണ്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വചനം. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വചനം. നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം അതിന്റെ 22-ൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളത്താലും ആത്മാവിനാലും നാം വീണ്ടും ജനിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം. സ്നാനത്തെയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെയും നമുക്ക് പ്രാപിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.